അപ്പൊ ഉള്ള ബോധം പോയാ? ആർക്കറിയാം. എല്ലാ ബാധ്യതകളും എന്നെ ഏൽപ്പിച്ച് കിടക്കണല്ലേ കാലം. ആരെങ്കിലും ഫാൻ എന്നിട്ടേ കൊച്ചിനിച്ചിരി കാറ്റ് കൊള്ളട്ടെന്ന്. ഇങ്ങോട്ട്. അതിന് നീ കറണ്ട് ബില്ല് അടച്ചു. അതൊക്കെ ഇന്നലെ തന്നെ അടിച്ചു. കത്തുന്നുണ്ടില്ലേ? എവിടെ കാശ്? ആശാന്റെ ഗൂഗിൾ പേ. അപ്പൊ ബോധം കെട്ടിട്ടില്ല അല്ലേ? ഞാൻ കരുതി മരിച്ചെന്ന്. ചുമ്മാ അഭിനയം. എന്താ ബോധം പോവാ? എന്താ കാരണം? ഞാൻ പറഞ്ഞാ നീ വിശ്വസിക്കൂല. പറഞ്ഞു നോക്ക്. അവളിവിടെ വന്നടാ. എവള്? പല്ലവി. അവള് വന്നതുപോലെ എനിക്ക് തോന്നി. എന്താന്ന്? ഇമാജിനിയോഫോബിയ. ഇത് വട്ട തന്നെ. നീ ഉഴപ്പട്ടോ. ഞാനോ? പല്ലവിയുടെ കാര്യത്തിൽ നീ കുറച്ച് വർക്ക് ചെയ്യണം നീ. അപ്പൊ കാവ്യയുടെ കാര്യത്തിൽ ഇയാളോ? വാ ശരി കാണിച്ചു തരാം. വാ എന്നാ കാണണല്ലോ. കുടുംബസ്ത്രീകളൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ട്. എന്തായാലും പറ. എന്ത് പറയാ, നീയല്ലേ ഫാമിലി ട്രീ ഒക്കെ വരച്ച് വെച്ചാണ്. എന്താ മക്കളെ? അല്ല എന്താന്ന് ചോദിച്ചതാ. ഡിയർ ലേഡീസ്, അടുത്തായി നമ്മൾ മിഷന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോ ഒന്നുകിൽ പുലിയെ അതിന്റെ മടയിൽ പോയി വേട്ടയാടണം, അല്ലെങ്കിൽ പുലിയെ നാട്ടിലെത്തിക്കണം. നടന്ന തന്നെ. നാട്ടിലെന്ന് വെച്ചാ നമ്മുടെ ഈ വീട്ടില്, ഈ തട്ടകത്തില്, നമ്മുടെ ഇടയില്, ഹിയർ ഇൻ ദിസ് പ്ലേസ്. അല്ല ആരാ ഈ പുലി? അതിപ്പോ മുത്തശ്ശിയുടെ കൊച്ചുമോള് പല്ലവി. അതെ. എന്റെ ഈശ്വര, ആ മാടപ്രാവ് പോലെ ഇരിക്കുന്ന പെങ്കുച്ചാണോ പുലി? അതൊക്കെ പോട്ടെ. അപ്പൊ നമ്മൾ ആദ്യം പല്ലവിയെ നാട്ടിലെത്തിക്കണം. ഓക്കേ? അല്ല അവൾ എങ്ങനെയാ വരുന്നേ? മുത്തശ്ശി എന്തോ സുഖല്ലേ മുത്തശ്ശി? ജലദോഷം. അതെ, ഇത്രയും ബിൽഡപ്പ് വേണേ? അതെ, നമ്മളൊരു നുണ പറയുമ്പോ ആൾക്കാർ വിശ്വസിക്കണേ എന്ത് ചെയ്യും? അതുപോലൊരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇത് ലൈക്ക് ജോർജ് കുട്ടി. സ്ഥിരാണല്ലേ? ഞാൻ പറയാറില്ല. ഇത് പോരെ കത്തുമ്പോ തന്നെ വാഴ വിട്ടിടും. അതെ, മിഷൻ തുടങ്ങണ്ടേ? ഓ യാ, കരഞ്ഞോ. ഇത് വെച്ചിട്ടാണെങ്കിൽ എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. ഹലോ മോളെ, മുത്തശ്ശിയാ. മുത്തശ്ശി എന്താ, എന്ത് പറ്റി? ഹലോ, എന്ത് പറ്റി? ഹലോ, ആർക്കടി പ്രായം ഇത്? ഹലോ അമ്മേ. ഹലോ പല്ലവി, ഞാനാ കാവേരി. മുത്തശ്ശിക്ക് വയ്യടി. എന്ത് പറ്റി പെട്ടെന്ന്? പണ്ടത്തെ ആസ്മയുടെ ഇത് തന്നെ. പിന്നെ അറിയാലോ, മുത്തശ്ശിയുടെ വാശിയും കടുംപിടുത്തവും ഒക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. നിന്നെ കാണണമെന്നാ പറയുന്നത്. മുത്തശ്ശിക്കൊന്ന് ഫോൺ കൊടുക്കാവോ? സംസാരിക്കാൻ പറ്റുമോ? ആ ചേച്ചി സ്പീക്കറിലാ, സംസാരിച്ചോ. മുത്തശ്ശി പേടിക്കണ്ട കേട്ടോ, ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാം. 2 ദിവസം കഴിഞ്ഞ ഇവിടെ വെക്കേഷനാ. ഞാൻ നേരെ വീട്ടിലോട്ട് വരാം. അയ്യോ, ഞങ്ങൾ വീട്ടിലില്ല. പിന്നെ ഹലോ, ഞങ്ങള് കാവേരി കിച്ചുമാമിയുടെ മോനില്ലേ പാർത്തൻ, പാർത്തന്റെ വീട്ടിലാ. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നീ മറന്നത്, അന്ന് കിങ്ങിണിയുടെ നൂലുകെട്ടിന് വന്നില്ലേ കിച്ചുമാമയുടെ കൂടെ ഒരു പാർത്തൻ? ആ പയ്യൻ, അവൻ തന്നെ. എനിക്ക് മനസ്സിലായില്ല. ആരാ? ഇല്ല, നീ ഇങ്ങോട്ട് വാ. ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെയാ. നീയും വരണം. ഞാൻ ഇല്ല മുത്തശ്ശി. ഞാൻ പറയുന്നു, നീ കേൾക്കുന്നു. അത് മതി, അത്ര തന്നെ. അപ്പോ ഞാൻ പറഞ്ഞു, നീ കേട്ടു. ഈ മോൻ ലൊക്കേഷൻ അയച്ചിരുന്നു. കോള് കട്ടേടി. അയ്യോ, ഇതിനൊന്നും മഞ്ഞില്ലല്ലോ. ഇതിലൊന്നും ഇല്ലല്ലോ. തട്ടിപ്പാണല്ലേ? ഇതാണോ ഡീറ്റെയിലിംഗ്? അതെ, ഈ അന്തരീക്ഷത്തിൽ അത്യാവശ്യത്തിന് ഓക്സിജൻ ഒക്കെ ഇല്ലേ, അതൊക്കെ ചിരിച്ച വലിച്ചു. പറ്റിക്കൽസ്. പുലി
ആ അവള് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വീടൊന്ന് വൃത്തിയാക്കാം. അതാണ് അത് നമുക്കൊരു പാട്ടിലൂടെ അത് വൃത്തിയാക്കി. സൂപ്പർ നമുക്ക് ഡാൻസ് കൂടെ കളിച്ചാല. ഇത് ഓക്കെ. ഓക്കേ. കിശേലഞ്ചിൻ കാശില്ലേലും ആശിച്ചേ നിന്നെ, നീയോ വാശി കാണിക്കാതെ പെണ്ണെ പോകാതെ. എന്തോരമായി പിന്നാലെ ഞാൻ വന്നു കണ്ടില്ലേ, പെട്രോളില്ല ബൈക്കും തള്ളി ഫോളോ ചെയ്തില്ലേ. ഒരു നോക്കു കനിയണ ചിരിയാൽ മറുവാക്ക് മൊഴിയുക വരമായി, മനസ്സാകെ ബാലൻസ് ഇല്ലാതലയുന്നേ. വഴിനീളെ പൊരിവയിൽ നടുവിൽ പണി ചെയ്ത് തളരണ പതിവായി, ഒരു ടേബിൾ ഫാനായി എന്നെ തഴുകില്ലേ. പയ്യെ നീ നടക്കുന്നേ മുന്നിൽ, വയ്യാവേലിയായി ഞാനും പിന്നെ മയ്യായി കടക്കണ്ണിൽ ഞാനില്ലേ. കയ്യാൽ ഞാൻ വിളിക്കുന്നേ നിന്നെ, മെയ്യാകെ കലിപ്പാകുന്നെന്റെ നാളെ നമ്മൾ ഒന്നായി തീരില്ലേ. കിശേലഞ്ചിൻ കാശില്ലേലും ആശിച്ചേ നിന്നെ, നീയോ വാശി കാണിക്കാതെ പെണ്ണെ പോകാതെ. എന്തോരമായി പിന്നാലെ ഞാൻ വന്നു കണ്ടില്ലേ, പെട്രോളില്ല ബൈക്കും തള്ളി ഫോളോ ചെയ്തില്ലേ. ചായയും കടിയും ചരനിയും സ്വപ്നങ്ങളോ ചായമണിഞ്ഞേ, ബീച്ചോരത്തെ കാറ്റിൽ നമ്മൾ പട്ടങ്ങളായേ. കാടും മലയും കാണാൻ കൂടെ കൂട്ടായെന്നും നീ വരുകില്ലേ, രാവിൽ ചേലിൽ മിന്നും മിന്നികളാകേണ്ടേ. ആയിരമാണെന്നാശകൾ അതിനേകുക നീ നിൻ പുഞ്ചിരി, കോപമിടാതെ ദീപവുമായി എൻ വാതിലിൽ നീ പോരൂ. പയ്യെ നീ നടക്കുന്നേ മുന്നിൽ, വയ്യാവേലിയായി ഞാനും പിന്നെ മയ്യായി കടക്കണ്ണിൽ ഞാനില്ലേ. കയ്യാൽ ഞാൻ വിളിക്കുന്നേ നിന്നെ, മെയ്യാകെ കലിപ്പാകുന്നെന്റെ നാളെ നമ്മൾ ഒന്നായി തീരില്ലേ. പയ്യെ നീ നടക്കുന്നേ മുന്നിൽ, വയ്യാവേലിയായി ഞാനും പിന്നെ മയ്യായി കടക്കണ്ണിൽ ഞാനില്ലേ. കയ്യാൽ ഞാൻ വിളിക്കുന്നേ നിന്നെ, മെയ്യാകെ കലിപ്പാകുന്നെന്റെ നാളെ നമ്മൾ ഒന്നായി തീരില്ലേ. ഇത് ഓയ് എന്താണ് കൊറേ നേരം ആയല്ല? ഈടെ കുട്ട ഇന്ന് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഇന്നേ അവള് വരുന്ന ദിവസ. എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, അവളും പറഞ്ഞു. നോക്കട കുട്ട. എടാ കള്ള, ഇതൊക്കെ എപ്പോ? എടാ ഏതാനും നിമിഷങ്ങൾക്കകം അയ്യ. ബാച്ചിലർ പാർട്ടിയിലെ നിത്യാമേനോനെ പോലെ അവളാ ഗേറ്റ് തുറന്ന് അകം ഗിറ്റാറിന് പകരം ബാഗുമായി നമ്മുടെ വീട്ടിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് നടന്ന് കയറി വരും. എന്നിട്ട് ഹായ് പ്രേമിത എന്ന് പറയും. ആ പൂച്ചാണ്ടി ലവ്. എന്താണ് കാവ്യാത്മകത? നിങ്ങളുടെയൊക്കെ ലൈഫാണ് ശരിക്കും ലൈഫ്. പിന്നെ ഇത് കഴിഞ്ഞ പിന്നെ കാവ്യയുടെ കാര്യം മറക്കരുത് കേട്ടോ. ആലോചിക്കാം. ആലോചിക്കാന്നാ? ആലോചിക്ക് പ്ലീസ്. എടാ ഒന്നും മറക്കില്ല. മറക്കാണ്ടെന്നാ മതി. എടാ എന്താ എനിക്ക് ആകെ എട്ട് വർഷത്തെ പ്രേമമാണ്. എനിക്ക് ആര് പെണ്ണുതരാനാ വരും?
പാർത്ത, മുത്തശ്ശി എവിടെ? എന്റെ അറിയോ? നിങ്ങളെ അല്ല, ഇയാളെ. ഹായ്. ഹായ്. മുത്തശ്ശി എവിടെ? മുത്തശ്ശി അകത്തുണ്ട്. അകത്തുണ്ട്. ഞാൻ മുത്തശ്ശി ഒന്ന് കണ്ടിട്ട് വരാം. ശരി. അല്ല 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 എടോ, ഞാനല്ലേ പാർത്തൻ. അപ്പൊ അതാണ് കാര്യം. ഏത്? എടാ, ഞാനാണ് കാവേരി ചേച്ചിയുടെ കസിൻ പാർത്തെന്നാണ് പുള്ളിക്കാരി വിചാരിച്ചിരിക്കണത്. എങ്ങനെ? എടാ മണ്ട, കസിൻ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നല്ലേ മുത്തശ്ശി ഫോൺ വിളിച്ചപ്പോ പറഞ്ഞത്. അവളോട് കസിന്റെ പേരെന്താ പറഞ്ഞത്? പാർത്തൻ എന്നല്ലേ പറഞ്ഞത്? പാർത്തൻ. എടോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എനിക്കെല്ലാം മനസ്സിലായി. എന്റെ മണ്ട വാ പറഞ്ഞുതരാം. അതായത് നീ പാർത്തൻ, ഞാൻ പ്രേമിതൻ. മോക്ക് വഴിയൊന്നും തെറ്റിയില്ലല്ലോ. ഹേയ്, പാർത്തനുള്ളത് കൊണ്ട് നേരെ ഇങ്ങെത്തി. ആ എന്നാ അവര് സംസാരിക്കട്ടെ, നമുക്ക് പുറത്തേക്ക് നിൽക്കാം. അല്ല, എങ്ങോട്ടാ? അല്ല, സംസാരിക്കുന്ന കാര്യം പറഞ്ഞു. നമ്മള് തമ്മിൽ സംസാരിക്കുന്ന കാര്യം ലൈഫ് സെറ്റായി. ഓ സോറി കേട്ടോ. വയ്യാന്ന് പറഞ്ഞിട്ടൊരു കുഴപ്പമില്ലല്ലോ. മുത്തശ്ശിക്ക് ഉറക്കം വരണില്ലേ? ക്ഷീണമുള്ളല്ലേ? എന്നാ മുത്തശ്ശി കിടന്നു. ഭയങ്കര ക്ഷീണം. ഭയങ്കര ക്ഷീണം ഉണ്ടാവൂലേ? ഇത്ര നാൾ കഷ്ടപ്പെട്ട് ഓടിയിരുന്നല്ലേ, റെസ്റ്റ് എടുക്കട്ടെ അല്ലേ? മുത്തശ്ശിക്ക് സർക്കാർ ജോലിയായിരുന്നു. ആണോ? അതാണ് പണിയെടുക്കാതെ ശീലമായതല്ലേ? ഇപ്പൊ വേണ്ടത് കുറച്ച് റെസ്റ്റും മനസമാധാനമാണ്. താങ്ക് യു മുത്തശ്ശിയെ നോക്കിയതിന്. ഓ, എന്റെ കൂടി മുത്തശ്ശിയല്ലേ. ശരി, കാണാം. ഞാനിവിടെ ഉണ്ടല്ലോ. ആയിക്കോട്ടെ, എന്നിവിടെ ഉണ്ടായാ മതി. അല്ല മുത്തശ്ശി? പോടാ പോടാ. ഓ, എന്തൊരഭിനയം. ഹിജാബിയെ കിനാവ് കണ്ട് ഇരുളിൽ പൊതിഞ്ഞ നിലാവ് കണ്ട്, ഓനാ ഹിജാബിയെ കിനാവ് കണ്ട് ഇരുളിൽ പൊതിഞ്ഞ നിലാവ് കണ്ട്, മരുഭൂവിൽ എന്തോരം 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 മലബാറിൽ പൂക്കണ പൂവ് കണ്ട്, ഓനാ ഹിജാബിയെ കിനാവ് കണ്ട് ഇരുളിൽ പൊതിഞ്ഞ നിലാവ് കണ്ട്, ഒറ്റക്കിരിക്കുമ്പോ പറ്റക്കിരുന്നോട് നെറ്റിത്താടം മൊത്തം മുത്തിത്തരുന്നോട്, മുറ്റത്തിരിക്കുമ്പോ ചുറ്റിത്തിരിഞ്ഞോട് പൊട്ടിച്ചിരിച്ചപ്പോ തെറ്റിപ്പിരിഞ്ഞോട്. എടി, ഈ പാർത്തിന് ആളെങ്ങനെയാ? ഒരു പാവ, കുറച്ച് ബക്കറക്കളി ഉണ്ടെന്നേ ഉള്ളൂ. സ്നേഹിക്കാനേ അറിയും. കിറക്കളിയോ? ആ, ഒരു വെകിളിത്തരം, ഒരിടത്തിയാട്ടം. എന്ത് ചേച്ചി? അല്ല, പാർത്തിന് എന്നെ ഒരു നോട്ടം ഉണ്ടോ എന്നൊരു സംശയം. എന്താ, എന്ത് പറ്റി? ഒന്നുമില്ല. എന്താലേ? എന്ത്? അല്ല, ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞത് വലിയ സംഭവമല്ലേ? നിങ്ങൾക്ക് നല്ലതായിരിക്കും. നിങ്ങൾക്കല്ല സെറ്റായില്ലേ? ഞാനേ
നീ കേക്കണല്ലേ? പറഞ്ഞോ. ഞാൻ ഈ മുടിയൊക്കെ ഒന്ന് വെട്ടി ഫേഷ്യലൊക്കെ ചെയ്ത് മൊത്തത്തിൽ ലുക്കൊന്ന് മാറി താടിയൊക്കെ എടുത്ത് വേറൊരു ലുക്ക് കുടിച്ചാലോ? എങ്ങനെ ഇരിക്കും? എടാ സൗന്ദര്യമൊക്കെ ആപേക്ഷികല്ലേ. അങ്ങനല്ലടാ. ഇവിടെ നമ്മുടെ ഓഫീസ് നീ കേക്കണ്ടോ? ഇവിടെ നമ്മുടെ ഓഫീസും വീടൊക്കെ ഒന്ന് മാറി ഫ്ലക്സൊക്കെ ഒന്ന് അടിച്ച് നമുക്കും ഒന്ന് ജീവിക്കണ്ടേ? വാ നാളെ പോവാം. ഞാനൊന്നുമില്ല. എടാ നീ മൊത്തത്തിൽ ലുക്കൊക്കെ ഒന്ന് മാറി ചിലപ്പോൾ കാവ്യക്ക് നിന്നെ പഴയപോലെ ഇഷ്ടമായാലോ? എന്നാലും ഞാനൊന്നുമില്ല. തേണ്ടി സമ്മതിക്കൂല. എത്ര നേരായി. ഇവൻ്റെ ഇനി ഫേഷ്യലും ചെയ്യണം. ചേച്ചിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ ചേച്ചീനെ മതി. മാറി പാവം പ്രേമിച്ചൻ ചേട്ടൻ. ഇയാളെന്തോ സൗന്ദര്യം ആപേക്ഷികാരാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഞാളും പോലത്തെ പാറട്ടോ. ഇതെന്താ അമ്മ അവരൊന്നും വരാത്തെ? ഇതിപ്പോ എത്ര സമയായി? മര്യാദയ്ക്ക് ആ പല്ലവിയുടെ ഒപ്പം വീട്ടിലിരുന്ന അവൾക്ക് ഓൺലൈൻ ക്ലാസ് അല്ലേ, അതല്ലേ കൊച്ചു വരാൻ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഇപ്പൊ വരാന്ന് പറഞ്ഞു. ദേവില്ലി മധുക്ക് ആരുമുള്ളത്? അമ്മ തോക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്റെ മക്കള് പേടിക്കല്ലേ കേട്ടോ. ഓടി വാടാ. എടാ മതിയുടെ ഇറങ്ങി വാടേ. എടാ ഞങ്ങളെ കൊല്ലാൻ ആരുടെയൊക്കെ വന്നടാ. മക്കളെ ഓടി വാടാ. മാമന്മാരെ കൊല്ലണ്ട. ഓക്കെ. Why so serious? പള്ളിക്കൂട കാലം തൊട്ടേ നെഞ്ചാകെ